അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നാം ലാസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു റമദാനിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അവസാനമായി നാം നിർത്തിയ പോയിൻ്റ്, വിട്ടുപോയ നോമ്പുകൾ നാം അടുത്ത നോമ്പ്, അതായത് ഒരു റമദാനിൽ നിന്ന് മറ്റേ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിട്ടുപോയ നോമ്പുകൾ നാം വീട്ടിൽ തീർക്കണം എന്നതായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നാം പറയാൻ പോകുന്നത് ഫാസ്റ്റ്, പ്രേ, തഹജ്ജുദ് ആൻഡ് റിസൈറ്റ് ഖുർആൻ ഇൻ ഷാബാൻ. അതായത് ഇപ്പോൾ ആക്ച്വലി ഈ ക്ലാസ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ജസ്റ്റ് പറയുന്നതാണ്. അതായത് ഷാബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നോമ്പ് എടുക്കുമായിരുന്നു അല്ലേ. പിന്നെ നമ്മൾ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നോമ്പെടുക്കാം, തഹജ്ജുദ് നിസ്കരിക്കാം, ഖുർആൻ ഓതാം, കാരണം കുറച്ചൊന്നൊരു സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോളോ ദ പ്രോഫിറ്റ്സ് എക്സാമ്പിൾ ഇൻ ഫാസ്റ്റിംഗ് ഇൻ ഷാബാൻ. അതാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബാനിൽ ഒരുപാട് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ദിസ് മേക്സ് ഫാസ്റ്റിംഗ് ഇൻ റമദാൻ ഈസി ഫോർ യു ആൻഡ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. നമുക്ക് റമദാൻ മാസത്തിൽ നോമ്പെടുക്കാൻ അത് ഈസി ആയിരിക്കും. പിന്നെ തേഴ്സ്ഡേ ആൻഡ് മൺഡേ എടുക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ എൻ്റെ ഉമ്മാമൊക്കെ തേഴ്സ്ഡേ ആൻഡ് മൺഡേ നോമ്പെടുക്കും. സോ അവർക്കതൊന്നും വലിയൊരു ഇഷ്യൂ അല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞ തീരെയും ഒരു വർഷം നോമ്പെടുക്കാതെ പെട്ടെന്ന് റമദാനിൽ നോമ്പെടുക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും അല്ലേ. സോ അതാ പറഞ്ഞത്, ഷാബാൻ മാസത്തിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മൺഡേ തേഴ്സ്ഡേയോ അങ്ങനെ എന്തെങ്കിലും നോമ്പെടുക്കാം. പലർക്കും നോമ്പ് ഭയങ്കര ടയറിങ് ആണ്. ആൻഡ് ദെൻ ദർ ആർ ദോസ് ഹൂ സെലക്ട് ഫ്യൂ ഹൂ അലോങ് വിത്ത് ഫാസ്റ്റിംഗ് ആർ ഏബിൾ ടു ഡു സോ മച്ച് മോർ. ചില ആളുകൾക്ക് ഭയങ്കര ആവേശമാണ് നോമ്പിന്. സോഷ്യൽ വർക്ക്, ചാരിറ്റി, ഇബാദത്ത്, റമദാൻ ഒരു സ്പെഷ്യൽ ഹെൽത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കും. ദിസ് ഈസ് ബിക്കോസ് ദെയർ ബോഡി ഈസ് അക്കസ്റ്റമഡ് ടു ഫാസ്റ്റിംഗ് ആൻഡ് ദേ ക്യാൻ പുഷ് ദംസെൽവ്സ് മോർ ഡ്യൂറിങ് റമദാൻ. അതായത് ബോഡി ഓൾറെഡി നോമ്പിലോട്ട് പ്രാക്ടീസ് ചെയ്തവരാണ്. സോ അവർക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കൂടുതൽ ചാൻസസ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചൂട് കാലമാണ്, ഭയങ്കര ടയറിങ് ആണ്, ശരീരം അറിയും. അബു സലാമ സെഡ്, I asked Aisha radhiyallahu anha about the fasting of Messenger of Allah sallallahu alaihi wasallam, and she said he used to fast until we thought that he would always fast, then he would not fast until we thought that he would always not fast. അപ്പോൾ എന്താണ് പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഷാബാൻ മാസത്തിൽ ഒരുപാട് നോമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുമായിരുന്നു. ചില ടൈം നമ്മൾ വിചാരിക്കും നാളെയും അദ്ദേഹം നോമ്പെടുക്കും, അതായത് അത്രയും നോമ്പുകൾ എടുക്കുമായിരുന്നു. ചില ടൈം നോമ്പ് എടുക്കൂല, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ല നോമ്പ് എടുക്കൂലെന്ന്. പക്ഷേ കൺഫ്യൂസാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് അങ്ങനെയായിരുന്നു, ആരെയും അറിയിക്കാത്ത രീതിയിൽ. ഇപ്പോൾ ഓരോ വൈഫായതുകൊണ്ട് അവർക്കത് മനസ്സിലായി നോമ്പ് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊരു സൈനാണ്, ഇൻഡിക്കേഷൻ ദാറ്റ് ഷാബാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് നോമ്പ് എടുക്കാൻ പറ്റുന്നു. പിന്നെ നമ്മൾ നോമ്പിനോട് അടുപ്പിച്ചിട്ട് അതായത് റമദാനെ അടുപ്പിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഒന്ന് വിടുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ 2-3 ദിവസം വിട്ടാൽ നല്ലതാണ്. ബിക്കോസ് അത് നമുക്ക് നോമ്പിനോട് ഉള്ള ഒരു തുടക്കം, പ്രിപ്പറേഷന് വേണ്ടിയിട്ടും. അതേപോലെ ചില ടൈം നമുക്ക് മനസ്സിലാവില്ല റമദാൻ 1 or 2 മാസം കാണുമ്പോൾ. സോ ആ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോമ്പ് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ എന്തെങ്കിലും നോമ്പുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ അങ്ങനെ എടുക്കുന്ന ആളുകളുമുണ്ട്. തഹജ്ജുദ് അല്ലെങ്കിൽ രാത്രിയിലത്തെ നമസ്കാരം. നമ്മൾ രാത്രി നമസ്കാരങ്ങൾ കൂടുതൽ എടുക്കണം. ബിക്കോസ് തറാവി സിമ്പിളല്ല, 8 അല്ലെങ്കിൽ 20 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും. അത് കുറച്ച് പേർക്ക് ടയറിങ് ആയിരിക്കും. ഓക്കെ, സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഖുർആൻ. മെനി ഓഫ് ദ റൈറ്റേഴ്സ് പ്രീഡിസസേഴ്സ് യൂസ് ടു ടേക്ക് ദിസ് മന്ത് ടു ഇൻക്രീസിങ് റിസൈറ്റിംഗ് ഖുർആൻ. അതായത് ഷാബാൻ മാസത്തിൽ ഒരുപാട് ഖുർആൻ ഓതുമായിരുന്നു, സോ ദാറ്റ് നമുക്ക് റമദാനിൽ അത് ഈസി ആവാൻ വേണ്ടിയിട്ട്. സലാമ ഇബ്നു സുഹൈൽ, മേ അല്ലാഹ് ഹാവ് മെർസി ഓൺ ഹിം, യൂസ് ടു സേ ദ മന്ത് ഓഫ് ഷാബാൻ ഈസ് എ മന്ത് ഓഫ് റിസൈറ്റേഴ്സ്. അതായത് അദ്ദേഹം പറയുകയാണ്, ഷാബാൻ മാസം കാരികളുടെ മാസമാണ്, അതായത് ഖുർആൻ ഓതുന്നവരുടെ മാസമായിരുന്നു. ഹബീബ് ഇബ്നു അബൂ തഅബൂദ്, മേ അല്ലാഹ് ഹാവ് മെർസി ഓൺ ഹിം, യൂസ് ടു സേ ഷാബാൻ വരുന്ന സമയത്ത് ഈ മാസം റിസൈറ്റേഴ്സ് ഓഫ് ദ ഖുർആൻ്റെ മാസമാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. ഏത്? ഷാബാൻ. ബിക്കോസ് അത് കഴിഞ്ഞപാട് റമദാനാണ്. They are preparing. When Shaban came, Amr bin Qais al-Mala'il radhiyallahu anhu used to close his store and devote his time to reading the Quran. അതായത് ഷാബാൻ വരുന്ന സമയത്ത് ഈ സ്വഹാബ എന്ത് ചെയ്യുമായിരുന്നു, അവരുടെ ഷോപ്പ് പൂട്ടിയിട്ട് ഡിവോട്ട് ചെയ്യുമായിരുന്നു ഖുർആൻ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് റമദാന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രിപ്പയർ ചെയ്യുമായിരുന്നു. സോ ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഷാബാൻ മാസം മുതലേ നമ്മുടെ ഇബാദത്തുകൾ തുടങ്ങണം എന്നുള്ള കാര്യം ഉദ്ദേശിച്ചിട്ടാണ്.
ലേൺ ദ റൂളിംഗ് സോ ദാറ്റ് യു ആർ റിലാക്സ്ഡ്. ലാസ്റ്റ് മൊമെൻറ്റ് നോമ്പിനെ കുറിച്ച് പഠിക്കുന്നത് അതൊരു കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ്. സോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഷാബാൻ മാസത്തിൽ, അതിൻ്റെ മുമ്പുള്ള മാസത്തിൽ ഫിഖിൻ്റെ റൂളിങ്സ് പഠിക്കൽ എപ്പോഴും നല്ലതാണ്. എപ്പോഴും ഡൗട്ട്സ് ആർ ഫ്രം ഷെയ്ത്താൻ ബിക്കോസ് നോളജ് റിലാക്സസ് എ ബിലീവർ. ഒരു ഇൽമ് ഒരു മുഅ്മിനായിട്ടുള്ള ഒരാൾ ഒരു മുഅ്മിൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ആണ്. ബിക്കോസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഷെയ്ത്താൻ തന്നെ നമ്മുടെ മനസ്സിൽ ഡൗട്ട് ചെയ്യും. സോ ലേൺ ദ റൂളിങ്സ് ഓഫ് ദ റമദാൻ. റമദാൻ്റെ നിയമങ്ങൾ പഠിക്കുക, സുന്നത്തുകൾ പഠിക്കുക, അത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ആ പേഴ്സണിൻ്റെ മൈൻഡ് ഓക്യുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്യണോ, ഇത് വേണ്ടയോ, ഇത് ഞാൻ മിസ്സായോ, ഇത് പ്രശ്നമാവോ, ഞാൻ എടുത്ത നോമ്പ് ശരിയാണോ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് ഇറ്റ്സ് നോട്ട്, യുവർ മൈൻഡ് ഇസ് നോട്ട് റെഡി. നിങ്ങൾക്ക് അത്രയും ഇൽമ് നിങ്ങളെ മനസ്സിലില്ലാത്തതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് എപ്പോഴും ഡൗട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത്രയും നോമ്പ് ഞാൻ എടുത്തു, ഞാൻ മുദ്ദ് കൊടുക്കണോ, പീരിയഡ്സ് ആകുന്നതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചു, പാൽ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു, മിസ്സായി, സോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരുന്നത് ബിക്കോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റൂളിങ് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചിട്ട് മറന്നു പോയതായിരിക്കും. മനസ്സിലായോ? പിന്നെ ഒരു മെയിൻ കാര്യം പറയുന്നത് എല്ലാ ഷോപ്പിങ്ങും, കാരണം ഈദ് വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഗ്രോസറീസും ക്ലോത്ത്സും എല്ലാം വാങ്ങണം. എല്ലാം ഡു ഓൾ ദ ഷോപ്പിംഗ് ബിഫോർ റമദാൻ. റമദാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്തിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാൻ ഒരു ഫുഡ് ഫെസ്റ്റിവൽ പോലെ ചെയ്യരുത്. ലൈക്ക് ഒരു 3-4 ഇയേഴ്സ് ബാക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ്, എപ്പോഴും റമദാനിൻ്റെ ഫുഡിൻ്റെ ഫോട്ടോസും എല്ലാം കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു, അല്ലേ, സ്റ്റാറ്റസ് ആക്കിയിട്ടൊക്കെ. ഇപ്പോൾ അത് കുറവാണ്. ബട്ട് സ്റ്റിൽ ഫുഡ് ബ്ലോഗേഴ്സും എല്ലാം ഉണ്ട്, അവരിങ്ങനെ റെസിപ്പീസൊക്കെ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ വെറുതെ അതിൽ കുറേ ടൈം വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഹെൽത്തി ആയിട്ടുള്ളത്, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെങ്കിൽ സ്നാക്സോ എന്തായിക്കോട്ടെ, അത് നമ്മൾ ഒരു പേപ്പറിൽ 30 ഡേ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ചില ആൾക്കാർക്ക് കഞ്ഞി നിർബന്ധമായിരിക്കും, അല്ലേ, പാൽക്കഞ്ഞി അങ്ങനെയൊക്കെ നിർബന്ധമായിരിക്കും. സോ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു സ്ട്രെസ്സ് തന്നെയാണ് അടുക്കളയിലെ പണി. അപ്പോൾ ആ ഭക്ഷണം ആക്കുന്നത് നിങ്ങളൊരു പ്ലാനർ ആക്കിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യുവർ പ്രോബ്ലംസ് വിൽ ഗെറ്റ് സോൾവ്ഡ്. ബിക്കോസ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വാങ്ങി വെക്കും. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ 10 ദിവസം നോമ്പ് നിങ്ങൾ ഇത്രയും പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പ്രോഡക്റ്റ്സ് വാങ്ങി വെക്കും, ഗ്രോസറീസ്, അല്ലേ. പിന്നെ ലാസ്റ്റ് മൊമെൻറ്റ് വിളിച്ച് പറയലും കൊണ്ടുത്തരുത്തും പോയി ഷോപ്പിംഗ് ചെയ്യലും അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നതിനേക്കാളും ബെറ്റർ ആദ്യത്തെ ഒരു 10-20 ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി വെക്കുക. ബിക്കോസ് സാധനങ്ങൾ എന്തായാലും തീരും. ഓക്കെ, അടുക്കളയിലുള്ള പാലായിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ, എന്തായാലും എല്ലാം തീരും. ഭയങ്കര ട്രാഫിക് ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈമും നോമ്പൊക്കെ എടുത്തിട്ട് എങ്ങനെയാണ് ഷോപ്പിംഗ് ചെയ്യുന്നത്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സോ ഡോണ്ട് വേസ്റ്റ് ടൈം ഡ്യൂറിങ് ദ ബ്ലെസ്ഡ് മന്ത്. അതാ പറയുന്നത് മെയിനായിട്ട്. വാങ്ങണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ റമദാൻ ഫ്രൂട്ട്ഫുൾ ആക്കണമെങ്കിൽ ഡൂ ദ എൻറ്റയർ ഷോപ്പിംഗ് ബിഫോർ ഇറ്റ് സെൽഫ്. ഈദിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ലതാണ്. വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട, പുറത്ത് പോയിട്ട്. ഓക്കെ, ചൂടുമാണ്. അതർവൈസ് നിങ്ങൾ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇഫ് യു ആർ ഡൂയിങ് ദാറ്റ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുക. ലാസ്റ്റ് 10 വെക്കുന്ന ആൾക്കാരുണ്ട്, അതൊരിക്കലും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നത്. ലാസ്റ്റ് 10 നിങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങരുത്. ലാസ്റ്റ് 10 ഏറ്റവും നമ്മൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ആവേണ്ട ആളുകളാണ്. ലാസ്റ്റ് 10 സ്ത്രീകളും കുട്ടികളും ഒക്കെ പുറത്തിറങ്ങുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. എങ്ങനെയാണ് ഇവർ റോട്ടിലൂടെയൊക്കെ നടക്കുന്നത് മക്കളെയും കൂട്ടിയിട്ട്. സോ ബി കെയർഫുൾ. സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മതി, അല്ലേ. പെരുന്നാൾക്ക് ഒരു പുതിയത് എടുക്കുക, അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ളൊരു വസ്ത്രം, ഗുഡ്. ഓക്കെ, പുതിയത് തന്നെ വേണമെന്ന് എവിടെയും റൂളുമില്ല. സോ പുതിയത് വാങ്ങും, പക്ഷേ ബിക്കോസ് ചില ആൾക്കാർ വെറും 2 നോമ്പിന് ഈദിന് മാത്രമേ വാങ്ങുള്ളൂ. ഓക്കെ, എപ്പോഴും ഡ്രസ്സ് വാങ്ങുന്ന ആളുകളില്ല. സോ മക്കൾക്കെല്ലാം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് ഏർലിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂഡ് ദ ക്ലോത്ത്സ് ഫോർ ഈദ് ടു ഗെറ്റ് ദം എ മന്ത് ഏർലിയർ സോ യു അവോയ്ഡ് ഓൾ ദ ട്രാഫിക് ആൻഡ് റഷ് ലേറ്റ് ഓൺ ആൻഡ് മിസ് ഔട്ട് ഓൺ ദ ബ്ലെസ്ഡ് മന്ത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റമദാനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല. നമ്മൾ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. വാട്ട് ഇസ് വേഴ്സ് ഇസ് ഷോപ്പിംഗ് ഇൻ ദ ലാസ്റ്റ് 10 nights. അതാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റത്തെ 10 ദിവസത്തിൽ നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആദ്യത്തെ 10 ദിവസത്തിന് നിങ്ങളുടെ ഡ്രസ്സ് എടുക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ്, ഹാവ് എ റമദാൻ പ്ലാനർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭക്ഷണത്തിൻ്റെ പ്ലാനർ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ദുആസ്, സിക്ർ, ഇസ്തിഗ്ഫാർ. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർക്ക് അറിയില്ല ഇസ്തിഗ്ഫാർ എങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാ നമസ്കാരത്തിന് ശേഷം 100 ഇസ്തിഗ്ഫാറോ അല്ലെങ്കിൽ ഇത്രയും സ്വലാത്തോ സിക്റോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ ടൂൾ. ഇറ്റ് മോട്ടിവേറ്റ്സ് ആൻഡ് ഓൾസോ റിമൈൻഡ്സ് ആൻഡ് അബവ് ഓൾ മേക്സ് എ പേഴ്സൺ മേക്ക് യൂസ് ഓഫ് റമദാൻ. അതായത് നമ്മൾ ഇത്രയും ദിവസം ചിലപ്പോൾ നമുക്ക് മറന്നു പോകും ചില കാര്യങ്ങൾ. സോ അത് മോട്ടിവേഷനാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രൂട്ട്ഫുൾ ജേണി
റമദാനിലാക്കേണ്ടത്. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ജേണൽ ഞാൻ വാങ്ങിക്കൊടുത്തു. മനസ്സിലായോ? ഒരു ജേണൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. ഒരു റമദാൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതുന്നു. ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അവർ എഴുതിക്കോട്ടെ. എന്താണ് അവർക്ക് പഠിക്കാനുള്ള സൂറത്ത്, അറ്റ്ലീസ്റ്റ് ഒരു സൂറത്തു നാസ്, ഫലക്ക്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂറത്തിൻ്റെ മീനിങ് പഠിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഒരു 2 പേജ് ഡെയിലി ഓതാം. വി കനോട്ട് ടെൽ അവർ കിഡ്സ്, നമുക്ക് നമ്മളെ ചെറിയ 7-6 വയസ്സുള്ള മക്കളോട് ഫുൾ ഖുർആൻ തീർക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ യെസ്, നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് പറയാൻ പറ്റും, നീ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെരുന്നാളാകുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റ് തരും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രായം അത് ചെയ്തിട്ടില്ല. സോ പ്ലാൻ യുവർ നൈറ്റ്സ് ആൻഡ് ഡേയ്സ് പ്രോപ്പർലി. കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ക്യൂട്ടായിട്ടുള്ള ജേണലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 10-11 വയസ്സുള്ള കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആണ്. അവർ അതൊക്കെ ചെയ്യും. ഞാൻ ഇത്രയും ട്രാക്കർ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? ബിക്കോസ് കുട്ടികൾ എപ്പോഴും കറക്റ്റായിട്ട് നിസ്കരിക്കണമെന്നില്ല. നമ്മൾ തന്നെ അവരോട് ഓർമ്മിപ്പിക്കണം, മോളെ നിസ്കരിച്ചിനാ ഇങ്ങനെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. റിമൈൻഡറാണ്. ഇൻഡീഡ് ദ റിമൈൻഡേഴ്സ് ബെനിഫിറ്റ് ദ ബിലീവേഴ്സ്. മുഅ്മിനീങ്ങളെ എപ്പോഴും റിമൈൻഡേഴ്സ് ബെനിഫിറ്റ് ചെയ്യും. നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരാൾ നമ്മളോട് പറയുമ്പോൾ യെസ് ശരിയാണല്ലോ അല്ലേ, നിങ്ങളെ മക്കൾ നിസ്കാരമുള്ളവർ ആക്കണമെങ്കിൽ നിങ്ങൾ ആസ് എ മദർ യു ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്. നിങ്ങൾ എന്തായാലും അവരെ ഓർമ്മിപ്പിച്ചേ പറ്റൂ. 10 വയസ്സാകുമ്പോഴേക്കും എല്ലാ ദിവസവും കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, ഫിക്സ് ടൈംസ് ഫോർ സ്ലീപ്പ്, ഫാമിലി, റിസൈഡിങ് ഖുർആൻ. നിങ്ങളെ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ സ്ലീപ്പിന് വേണ്ടി കറക്റ്റ് 10 മണിയാകുമ്പോൾ ഉറങ്ങിയിരിക്കണം. അതായത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ തറാവിയും എല്ലാം. ചെറിയ മക്കളെ കൂടെ വലിയ സുഹൃത്ത് ഓതിയിട്ട് അവർക്ക് ഒരു ബോറടിക്കുന്ന പോലെ ആക്കണ്ട. ഞാൻ പറയുന്നത് തറാവിൻ്റെ കാര്യമാണ്. നമുക്കാർക്കും അങ്ങനെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം കുറവാണ് നാട്ടിലുള്ള സ്ത്രീകൾക്ക് എസ്പെഷ്യലി. സോ നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾ ഖുർആൻ ഓതാം അല്ലെങ്കിൽ നിങ്ങൾ തറാവിക്ക് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ കുട്ടികളായിട്ട് നിസ്കരിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആക്കാനും അവർക്ക് ബോറടിക്കാതിരിക്കാനും ഉറക്കം തൂങ്ങാതിരിക്കാനും. ബിക്കോസ് സ്കൂളിൽ പോകുന്ന മക്കളാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദർ നമുക്ക് ഉറക്കമൊഴിഞ്ഞ് ചെയ്യാം. പക്ഷേ ചെറിയ മക്കളോട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ചെറിയ സൂറത്ത് ഓതിട്ട്. എങ്ങനെ സൂറത്തുൽ ഫലക്ക്, നാസ്, അങ്ങനെയൊക്കെ നമ്മൾ അത് ചെയ്യാം. പിന്നെ എക്സ്ട്രാ പ്രേയേഴ്സ് സുന്നത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ മെയിൻ തിങ് ഉമ്മമാരാണ്. ഉമ്മമാരുടെ കൂടെ തന്നെ ചെയ്താൽ മാഷാ അല്ലാഹ് ഞാൻ 100% ഷുവർ പറയുന്ന കുട്ടികൾ നിങ്ങളെ കൂടെ നിസ്കരിക്കും. ഓക്കെ, നീ പോയി നിസ്കരിക്ക്, നീ പോയി അതാക്ക് അങ്ങനെ പറഞ്ഞതിനേക്കാളും ബെറ്റർ കമോൺ എൻ്റെ പൊന്നു മക്കളല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടെ നിന്ന് നിങ്ങൾ ഇമാമായിട്ട് കുട്ടികളോട് നിസ്കരിച്ചാൽ തീർച്ചയായും ദേ വിൽ ബി വിത്ത് യു. അവർക്ക് 8 റക്കാത്ത് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. 4 റക്കാത്ത് അറ്റ്ലീസ്റ്റ് നിസ്കരിച്ചോ, 2 റക്കാത്ത് നിസ്കരിച്ചോ. അത്രയും കൂലി നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നല്ലേ നിങ്ങൾ കാരണം അല്ലേ. അപ്പോൾ എക്സ്ട്രാ ഒരു 2 റക്കാത്തെങ്കിലും ഒരു തറാവി കുട്ടികളെ കൊണ്ട് നിസ്കരിപ്പിക്കാം. സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ ഉറങ്ങണം. ബിക്കോസ് നമുക്ക് അത്താഴത്തിന് എണീക്കണം അല്ലേ. പിന്നെ കുട്ടികളോട് ഇങ്ങനെ ദുആസെല്ലാം പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ പറയണം എന്ന് പഠിക്കാൻ. സ്പെഷ്യലി ടേക്ക് ഔട്ട് ടൈം ഫോർ ദുആ ആസ് ഇറ്റ് ഇസ് എ മന്ത് വെർ ദുആസ് ആർ ആക്സെപ്റ്റഡ്. കുട്ടികളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ദുനിയാവിൻ്റെ കാര്യമായിക്കോട്ടെ ആഖിറത്തിൻ്റെ കാര്യമായിക്കോട്ടെ നല്ലൊരു കാര്യം നിങ്ങൾ ഡെയിലി ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്നുള്ള കാര്യം. കാരണം ഈ ഒരു ദുആ ചെയ്യൽ ചിലപ്പോൾ ചില ആൾക്കാർ വിട്ടുപോകും. നമുക്ക് ഒരുപാട് ഖുർആൻ ഓതാനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ വിട്ടുപോകും. സോ ഇഫ്താറിൻ്റെ സമയം അല്ലെങ്കിൽ സുഹരിൻ്റെ ടൈം കൂടുതൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം എടുക്കുക. ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കിച്ചൺ വർക്ക് കംപ്ലീറ്റ് ആക്കുക. ലാസ്റ്റ് മൊമെൻറ്റ് ഓടുന്ന രീതിയിലാക്കരുത്. ഞാൻ ഒരുപാട് അനുഭവിച്ചു തന്നത്. ലാസ്റ്റ് മൊമെൻറ്റ് വരെ ചായ കാപ്പി ഇതിലൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ 10 മിനിറ്റ്സ് ബിഫോറെങ്കിലും എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ദുആ ചെയ്യാൻ ഇരിക്കണം. അത് കുട്ടികൾക്കും ഒരു പ്രചോദനമാണ്. സോ നമ്മൾ ചെയ്ത ഈ പ്ലാന് നമ്മൾ മാക്സിമം ആ പ്ലാനിലൂടെ നീങ്ങാൻ ശ്രമിക്കുക. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് നമ്മൾ ഒരു ജുസ് ഓതിയിട്ടില്ലെങ്കിൽ നാളെ അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. നമ്മൾ ട്രാക്കിൽ കീപ്പ് യുവർ സെൽഫ് ഓൺ ട്രാക്ക്. നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ വിട്ടുപോയ പോർഷൻ നമ്മൾ നെക്സ്റ്റ് ഡേ ചെയ്യാം. സോ ദാറ്റ് യു ആർ മോട്ടിവേറ്റഡ്. പിന്നെ മടിയാവാൻ പാടില്ല. ചില ആൾക്കാരുടെ ഞാൻ ഇന്നലെ ഓതിയിട്ടില്ലല്ലോ സോ ഇന്ന് ഓതുന്നില്ല, ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടില്ലല്ലോ ഇന്ന് നിസ്കരിക്കുന്നില്ല. അങ്ങനെ ആവാനേ പാടില്ല. പിന്നെ പറയാനുള്ള കാര്യം ടേക്ക് റമദാൻ ആസ് എ സ്കൂൾ. റമദാൻ ഒരു വിദ്യാലയം പോലെ നമ്മൾ കരുതണം. എന്താണ് അവർ റൈറ്റേഴ്സ് പ്രീഡിസസേഴ്സ് നമ്മളെക്കാളും മുന്നേ ഉള്ള ആളുകൾ, സ്വാലിഹായിട്ടുള്ള ആളുകൾ, അവർ റമദാൻ ഒരു സ്കൂൾ പോലെയായിരുന്നു കരുതുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗുഡ് ലൈഫ് ആൻഡ് ഫ്യൂച്ചർ അല്ലേ നമുക്ക് ശരിക്കും സ്കൂളിൽ പഠിച്ചാലും വരുന്നത് അല്ലേ. നമ്മൾ എന്തായാലും ഓരോ ക്ലാസ് നമ്മൾ പാസ്സാവുന്നവരും നമുക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് വരുന്നത്.
കോളേജ് പോകുമ്പോഴും. സോ ഓരോ മന്ത് നമ്മൾ ബെറ്റർ ആവുന്നതാണ് എന്ന് വിചാരിക്കുക. റമദാൻ മാസം എസ്പെഷ്യലി റമദാനാണ് ഏറ്റവും നല്ല സ്കൂൾ. ബിക്കോസ് നമുക്കൊരു ടീച്ചർ നമ്മളെ ഫോഴ്സ് ചെയ്യാനുണ്ടാവില്ല. ഓൾറെഡി ഷെയ്ത്താനെ കെട്ടിയിടിച്ചാളെ. അപ്പോൾ നമ്മൾ ടീച്ചർ ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ സ്കൂളിൽ കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നില്ല. അതല്ലാതെ ഇറ്റ് ക്യാൻ ബി എ ബെസ്റ്റ് സ്കൂൾ ആസ് വി ആർ മോട്ടിവേറ്റഡ് വിത്തൗട്ട് എ ടീച്ചർ. സ്നേഹത്തോടെ ഉമ്മമാരും ഉപ്പമാരും മക്കളുടെ കൂടെ ഇരുന്ന്, ആൺമക്കളാണെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുപോകാം 6 വയസ്സ് മുതൽ തന്നെ. സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളുടെ നിയ്യത്ത്, അതായത് റമദാൻ കണ്ടിന്യൂ ചെയ്താലും ഇൻഷാ അല്ലാഹ് ഞാൻ മക്കളെ കൂടെ ഒരു ഹാഫ് ആൻ അവർ തർബിയത്ത് ക്ലാസ് കൊടുക്കുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകുമെന്നുള്ള കാര്യം. നമസ്കാരം നിലനിർത്താൻ മക്കളിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ചെറിയ മക്കൾ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആവും, യൂട്യൂബ് വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി നോമ്പൊക്കെ ആയതുകൊണ്ട് കുറേ സ്റ്റഡി ലീവ് ഉണ്ട്. സോ കുറച്ചൊന്ന് കലമ്പിയാലും ചീത്ത പറഞ്ഞാലും, അതായത് ഞാൻ പറയുന്നത് സ്കോൾഡിങ് ആസ് എ റെസ്പോൺസിബിൾ പാരൻറ്റ്, നിങ്ങൾ കുട്ടികളോട് സ്കോൾഡ് ചെയ്താലും പ്രശ്നമില്ല. ഐ എം നോട്ട് ടെല്ലിങ് തെറി വിളിക്കണം എന്നല്ല പറയുന്നത്, ഒച്ചെടുക്കണ്ട. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് സ്റ്റേണായിട്ട് പഠിക്കുകയെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നു പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചേ പറ്റൂ. ഓക്കെ, ഇത് പേടിച്ചാൽ അവർ ചെയ്യും. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നാളെ അവർ ചെയ്യൂല. ഓക്കെ, അപ്പോൾ ടേക്ക് ദിസ് ആസ് ട്രെയിനിങ് ഫോർ യു ടു കണ്ടിന്യൂ ഡൂയിങ് ദ ഗുഡ് ആൻഡ് അവോയ്ഡിങ് ബാഡ് ആഫ്റ്റർ റമദാൻ. നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് റമദാൻ കഴിഞ്ഞിട്ടും ആ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രെയിൻ യുവർ സെൽഫ് ടു ഓഫർ നൈറ്റ് പ്രേസ്, ഹൈലി റെക്കമെൻഡ് സുന്ന വിച്ച് ഇസ് സാഡ്ലി അബാൻഡൻ ബൈ ദ ഉമ്മ. ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾ അബാൻഡൻ ചെയ്ത ഒരു സുന്നയാണ് രാത്രി നമസ്കാരങ്ങൾ. അതായത് ഒഴിവാക്കിയതാണ് പലരും. നോമ്പിന് മാത്രം തറാവീഹ് നിസ്കാരവും തഹജ്ജുദിനൊന്നും എണീക്കാറില്ല. അപ്പോൾ എല്ലാവരും അല്ല, മെജോറിറ്റി അങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. സിൻസ് അവോയ്ഡ്, തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യാം. മ്യൂസിക്, ഞാൻ പറഞ്ഞത് മ്യൂസിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ലിസണിങ് ടു മ്യൂസിക്. ചില ആൾക്കാർ നോമ്പിന് വെറുതെ നോമ്പെടുത്തിട്ടുണ്ടാവും, ഹിന്ദി പാട്ടും മലയാളം പാട്ടെല്ലാം കേൾക്കും, ഇംഗ്ലീഷ് സോങ്സ്. അവോയ്ഡ് ഇറ്റ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് പോസാക്കിയിട്ട്, അതായത് മ്യൂട്ടാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോസ് കാണാം. ബിക്കോസ് ചിലപ്പോൾ ചില കാര്യങ്ങൾ, ചില ഗുഡ് മെസ്സേജസ് എല്ലാം മ്യൂസിക്സ് ഉണ്ടാവും. സ്റ്റോപ്പ് വാച്ചിങ് ടി വി. വെറുതെ ടി വി വാച്ച് ചെയ്തിട്ട് ടൈം കളയണ്ട. സ്മോക്ക് ചെയ്യുന്ന ആണുങ്ങന്മാരും, ഇപ്പോൾ പിന്നെ സ്ത്രീകൾക്കും അത് ബാധകമാണ്. നമ്മൾ കോളേജിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾ സ്മോക്കിങ്ങിന് അഡിക്റ്റ് ആയിട്ടുണ്ട്, ഡ്രഗിനെല്ലാം. എന്തെങ്കിലും ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ആക്കാൻ നോക്കുക പ്ലീസ്. പിന്നെ കണ്ടിന്യൂ ബീങ് ജനറസ്. അതായത് നമ്മൾ നോമ്പിന് മാത്രം നമ്മളെ നാവിനെ അടുക്കി വെക്കുന്ന രീതിയിലുള്ള ആളുകളാവാൻ പാടില്ല. നോമ്പ് കഴിഞ്ഞിട്ടും ബി ജനറസ് ആൻഡ് കൈൻഡ് ടു പീപ്പിൾ. സോ അതൊക്കെ കൊടുക്കാം. ഖുർആൻ എല്ലാ ദിവസവും വായിക്കുക. ബിക്കോസ് അത് റമദാൻ മാത്രമുള്ളൊരു കാര്യമല്ല, നമ്മുടെ ജീവിതകാലം മൊത്തം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫജറിൻ്റെ മുമ്പ് നിങ്ങൾ എണീറ്റ് ദുആ ചെയ്യുക, സോ ദാറ്റ് നമ്മൾ ആ ഒരു ശീലം നമുക്ക് വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് എ കണ്ടീഷൻ ഓഫ് റിപ്പൻഡൻസ് ഇസ് ദാറ്റ് വൺ ചേഞ്ചസ് ഹിസ് ഓർ ഹെർ വേസ്. ഇപ്പോൾ ഒരു റിപ്പൻഡൻസ്, നമ്മൾ തൗബ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ആ തെറ്റ് പിന്നെ ചെയ്യൂല, അല്ലേ? നമ്മൾ ആ തെറ്റ് ചെയ്യൂല. ബട്ട് നമ്മളെന്താക്കും? നമ്മൾ വീണ്ടും ബെറ്റർ മുസ്ലിം ആവും ആഫ്റ്റർ റമദാൻ, അല്ലേ? സോ അള്ളാഹ് വിൽ ബ്ലെസ് ഇറ്റ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ബ്ലെസ് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസാക്കുമുല്ലാഹു ഖൈറൻ.